നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി കുൽഫിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയാം. മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുൽഫിയാണ്. മിക്കവാറും നമ്മുടെ വീടുകളിൽ കാണുന്ന 1, 2, 3 സാധനങ്ങൾ മാത്രം മതി ഒരു കുൽഫി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ കുൽഫി ഉണ്ടാക്കാനായിട്ട് നമ്മുടെയൊക്കെ മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് കുൽഫിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലെ ആ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി മതി. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു 250 മില്ലി പാല് കാണുമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോഴാണ് കുൽഫിയുടെ ടേസ്റ്റ്. ഇനി അത് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് തിളപ്പിച്ച് അതിൻ്റെ ആ പാടയൊക്കെ ഒന്ന് കിട്ടി അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നമ്മുടെ ആ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് ജസ്റ്റ് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായത് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ബ്രെഡിൻ്റെ കണക്കിലാണ് ഞാനിപ്പം പറയുന്നത്. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, പാടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ വേണേ. ഇപ്പം ഈ പാല് ഒന്ന് വറ്റി അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് വറ്റി നന്നായിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം ഒരു തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ വെക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പാടയൊക്കെ കിട്ടി. ആ സൈഡിലൊക്കെ നന്നായിട്ട് കണ്ടു നമുക്ക് കാണാൻ പറ്റും. പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ആ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് എടുക്കുക. അതിൻ്റെ ആ നെയ്യും ഒക്കെ അങ്ങനെ വേണം. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്. നന്നായിട്ട് പാൽ വറ്റി അതിൻ്റെ ആ പാടയും അതെല്ലാം കൂടെ വരുന്ന ഒരു സമയം. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡും അതുപോലെ ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിപ്പോകണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷുഗർ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഞാൻ എടുത്ത് പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. അല്ലെങ്കിൽ കുറച്ച് മധുരം കൂടുതൽ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കുറച്ച് മധുരം കുറയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ മധുരം കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്കയുടെ പൊടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക പൊടിച്ചതാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ കുൽഫി ആകുമ്പോഴത്തേക്കും ഏലക്കയുടെ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണ് കുൽഫിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പാൽ ആ സൈഡിലെല്ലാം പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ അതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3 തൊട്ട് 4 മിനിറ്റ് മാക്സിമം ഒരു 5 മിനിറ്റ്സ്. ആ 5 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ലോ കുക്ക് ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് 3-4 ഇൻഗ്രീഡിയൻസ് നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കുൽഫിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിസ്തയുടെ എസൻസ് ഒരു ഡ്രോപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. പിസ്ത ഏലക്കയുടെ ഒരു ഇതാണ്. ഞാൻ ജസ്റ്റ് ഒരു കളർ കിട്ടാനും പിസ്തയുടെ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർത്തത്. അപ്പോൾ അതല്ല റോ ആയിട്ടുള്ള പിസ്ത നിങ്ങളിലുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചേർത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ കുൽഫി നന്നായിട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളറിൽ ജസ്റ്റ് ആ കളർ ചേഞ്ച് വരും നമ്മൾ ആ പിസ്തയുടെ എസൻസ് ചേർത്തോണ്ട്. അപ്പോൾ പിസ്തയുടെ ഒരു ഫ്ലേവറും കിട്ടും. അത് വേണമെങ്കിൽ തികച്ചും ഓപ്ഷനാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ആ ഇലക്കയുടെ ഒരു ഫ്ലേവറുള്ള ഒരു കുൽഫി തന്നെ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇതാ മിക്സിയിൽ അരച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കുൽഫി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് സെറ്റാവണം. അപ്പോൾ ഇതിന് ചൂടാക്കുകയൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം.
അപ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടെ നന്നായിട്ട് ബ്രെഡ് ആകുമ്പോൾ ഒരു ചെറിയ തരിതരിപ്പ് വേണമല്ലോ, അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിൽ കണ്ടോ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതായത് നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ള ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലാണെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പിസ്ത ആണ് അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പിസ്തയോ നട്ട്സോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നമ്മളിപ്പം ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്, ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഈ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പിസ്തയോ നട്ട്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പിസ്ത ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു 2-3 ഹവേഴ്സൊക്കെ വെക്കുമ്പോൾ തന്നെ ഏകദേശം അതൊരു സെറ്റാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുൽഫിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് നീളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പം നമുക്കിത് കണ്ടത് ഓരോ പീസായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ നമ്മൾ കുൽഫി ഇനിയിപ്പം വേണമെങ്കിൽ ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും കുൽഫി ആക്കാം. ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആർക്കാണെങ്കിലും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് പിസ്തായും കൂടെ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ബ്രെഡ് കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുണ്ടോ വളരെ സ്മൂത്തായിട്ടാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ടെൻഡൻസിയിലാണ് കിട്ടുന്നത്. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.